Question number 24. See, in a hydraulic lift, the surface area of input piston is 6 centimeter square and that of output piston is 1500 centimeter square. If 100 Newton force is applied to the input piston, the rise of output piston by 20 centimeter, then work done is. അപ്പോൾ റൈസ് 20 സെൻറ്റിമീറ്റർ ആണ്, ഔട്ട്പുട്ട് പിസ്റ്റൺ 20 സെൻറ്റിമീറ്റർ പൊന്തിയാൽ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഔട്ട്പുട്ട് ഇൻറ്റു 20 സെൻറ്റിമീറ്റർ മീറ്ററിലേക്കാൻ 10⁻² ഉണ്ടാവും. അപ്പോൾ ഔട്ട്പുട്ടിലെ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഔട്ട്പുട്ടിലെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഇൻപുട്ടിലെ ഫോഴ്സ് എത്ര? ഇൻപുട്ടിൽ കൊടുത്ത ഫോഴ്സ് 100 ആണ്. 100 ഡിവൈഡഡ് ബൈ ഇൻപുട്ടിലെ ഏരിയ 6, ദാറ്റ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ടിൽ കിട്ടിയ ഫോഴ്സ് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് ഏരിയ 1500. ഓക്കെ, എല്ലാം സെൻറ്റിമീറ്റർ സ്ക്വയറിലായതുകൊണ്ട് അത് കൺവേർട്ട് ചെയ്യേണ്ട. 1500. ഓക്കെ, ഇവിടെ 6ഉം 50ഉം 6ഉം 100ഉം 2 വെച്ച് കട്ട് ചെയ്താൽ 50/3 എന്ന് വരും അല്ലേ? എന്നിട്ട് 1500 അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 50 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1500, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ്. 50ഉം 3ഉം കട്ട് ചെയ്താൽ നമുക്കിവിടെ 5 വരും. അപ്പോൾ 5 × 5 25. അപ്പോൾ 25 × 10⁻1 2 3, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ്. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എഫ് 25 × 10⁻3 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് 20 സെൻറ്റിമീറ്റർ, 20 × 10⁻². അപ്പോൾ ഒരു 0യും -2 കട്ട് ചെയ്താൽ അവിടെ -1 വരും. 2 × 25 50. അപ്പോൾ 50 × 10⁻3 ഇൻറ്റു 10⁻−1. -1ഉം 0യും കട്ട് ചെയ്തു. അപ്പോൾ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 5 × 10⁻3, ദാറ്റ് ഇസ് 5 കിലോ ജൂൾ. So here it is 5 kilojoule.